വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട് മൈഗ്രെയിനൊക്കെ ആയതുകൊണ്ട് കുറച്ചൊന്ന് സൈഡായിപ്പോയി. ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് ഉള്ള റെസിപ്പിയാണ്. അപ്പോൾ മഷ്റൂം വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ മഷ്റൂം തേങ്ങ വറുത്തരച്ച കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും, അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഈ ചോറിൻ്റെ കൂടെയായാലും ചപ്പാത്തിയുടെ കൂടെയായാലും എന്തിൻ്റെ കൂടെയായാലും പെർഫെക്റ്റ് കോംബോയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? അപ്പോഴേ മഷ്റൂം മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവാള, ഞാൻ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ക്യാപ്സിക്കം ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. എല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പച്ചമണം മറന്നു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്യാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂണ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ആ മൂടി തുറന്നപ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു എന്താ പറയുക, നല്ല ആ ഫ്ലേവറിൻ്റെയും ഒക്കെ കൂടിയായിരുന്നു, നല്ലൊരു സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിവിടെ തേങ്ങ വറുത്തരച്ചും കൂടി ചേർക്കുന്നതുകൊണ്ട് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ചതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം കേട്ടോ. ഞാനത് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് കരുതിയോണ്ടാണ് ഞാൻ തേങ്ങ വറുത്തരയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാണ്ടിരുന്നത്. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് ഇടാം. പിന്നെ ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ അത് ചേർത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കാൻ പറയുന്നത് കേട്ടോ. ഉപ്പ് നോക്കിയപ്പോൾ ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി അവസാനമായിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലല്ല കേട്ടോ, അതും കൂടി ചേർത്താലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അതെന്തായാലും ചേർക്കണം, ഒഴിവാക്കരുത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മഷ്റൂം മസാല തേങ്ങ വറുത്തരച്ചത്. സംഭവം സിമ്പിളല്ലേ, വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി കേട്ടോ. ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എല്ലാത്തിനും കൂടി പെർഫെക്റ്റ് കോംബോയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി കൊടുക്കണേ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.